ഇന്നലെ താങ്കൾ പറഞ്ഞു MP രാജേഷുമായി യാതൊരു വിധത്തിലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ രാവിലെ ചേലക്കരയിൽ വെച്ച് പറഞ്ഞു അതിൽ പിന്നിൽ ഗൂഢാലോചന അല്ലെങ്കിൽ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? സമയം വർദ്ധിപ്പിച്ചത് ഞങ്ങൾ പറഞ്ഞത് അതല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഇവര് വന്ന് ഞങ്ങളെ കണ്ടിരുന്നു ഒരു കൊല്ലം മുമ്പ്. അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു അവർ നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. നാളെ നമ്മളെ വന്നുകൊണ്ട് അത് കണ്ടു പറഞ്ഞ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് അത് പെട്ടെന്ന് വേഗത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ദുരൂഹത ആരോപിക്കപ്പെടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. കേൾക്ക് ആണെന്ന് പറഞ്ഞത്. അപ്പം മന്ത്രി എന്താ പറഞ്ഞത്? പ്രതിപക്ഷത്തിനും കൂടി അറിയാമായിരുന്നു. ഇടതുപക്ഷത്തിന് LDF കൺവീനർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെങ്ങനെ അറിയണം ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം? എങ്ങനെയാണ് അറിയുന്നത് ചെയ്യാൻ പോകുന്ന കാര്യം? അത് ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അല്ലെന്നേ ഞങ്ങളോട് വന്ന് പറയേണ്ട ബാറുകാരല്ലല്ലോ. ആണോ? അല്ല, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുക. ബാറുകാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഒരു കൊല്ലം മുമ്പ് വന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളൊരു മൂവ്മെന്റ് നടത്തുന്നുണ്ടെന്ന് പറയും. മനസ്സിലായേ? ഞങ്ങളോട് പറയേണ്ട ബാറുകാരല്ലല്ലോ. പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അപ്പം മന്ത്രിയാണ് ബാറുകാർ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയും. ഞങ്ങൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഓർഡർ എല്ലാം പരിശോധിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യണ്ടേ. ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ലോ. ഏതൊക്കെയാണ് എതിർക്കേണ്ട പോയിന്റ്, എതിർപ്പില്ലാത്ത പോയിന്റ് ഏതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയും. അല്ല, അതിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവരെ ഉപദ്രവിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അവരെ ഉപദ്രവിക്കരുതെന്നാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ PR കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ്. വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ ദിവസവും 20 റീൽസും 10 കാർഡും എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിനും എൻ്റെ ഫോട്ടോയും ഉണ്ട്. ചിലപ്പോൾ ഇത്തിരി വികൃതമായിട്ടുള്ള പടമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് മാറ്റി ഷേപ്പൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും അവരെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് CPM നേതൃത്വത്തോട് പറയാനുള്ളത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരും ചെയ്യുന്നില്ല.